പിന്നീട് എവിടുന്ന് വന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ എന്ന വിളി? പിന്നീട് എവിടുന്ന് വന്നു ശൈഖേ എന്ന വിളി? നമ്മൾ ശരിക്കും മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. മനസ്സിരുത്തി ചിന്തിക്കണോ? എന്നാ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് നബിയെ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനാണ്, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതും കൂടി പറഞ്ഞ് ഞാൻ പ്രസംഗം നിർത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശത്രുക്കൾ വീട് വളഞ്ഞിട്ട് അതാ ഇറങ്ങിയിട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് ആളും പിടിച്ച് സുറാഖത്ത് എന്ന് പറയുന്ന ആള് തലവെട്ടാൻ വേണ്ടി സമീപത്തെത്തിയപ്പോ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ആ സന്നിഗ്ധ ഘട്ടത്തിൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് വിളിക്കുന്നു, യാ റസൂലല്ലാഹ് ഖദ് ലഹിഖ ബിനാൽ ലാഹിഖ്. അല്ലാഹുവിന്റെ റസൂലേ, ശത്രു എത്തിപ്പോയി. പ്രയാസമുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂലേ നബിയെ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അത് കേട്ടിട്ട് അംഗീകാരം നൽകിയത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റിപ്പോർട്ട് ചെയ്തത് ബുഖാരിയിലും മുസ്ലിമിലുമാണെങ്കിൽ അത് ജീവിതകാലത്തല്ലേ എന്ന് ചോദിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യിത്ത് കിടത്തിയ സ്ഥലത്ത് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് മുഖത്തിട്ട തുണിയൊന്ന് നീക്കിയിട്ട് മുഖമൊന്ന് ചുംബിച്ചിട്ട് കരഞ്ഞുകൊണ്ട് തല ഉയർത്തിയിട്ട് അതാ വിളിക്കുന്നു, ബി അബീ അന്ത വ ഉമ്മീ യാ നബിയല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ, എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ നബിയേ, എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. ഇത് വിളിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഇന്നല്ലാഹ ലാ യജ്മഉ അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതീ കുതിബത് അലൈക ഫഖദ് മുത്തഹാ. രണ്ട് മരണം തങ്ങൾക്കല്ല സംഘടിപ്പിക്കൂല നബിയെ. അല്ല കണക്കാക്കിയ മൗത്ത് മൗത്തായി കഴിഞ്ഞു നബിയെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് വിളിക്കും പോലെ വിളിക്കുന്നു, പറയും പോലെ പറയുന്നു. ഇത് ബുഖാരിയിലുള്ളതാണെങ്കിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇതും കൂടി പറഞ്ഞിട്ടുണ്ട്, വദ്കുർന ഇൻദ റബ്ബിക, ഞങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ പറയണേ നബിയെ. വൽനകുൻ ബിദാലിക, തങ്ങളെ മനസ്സിൽ ഞങ്ങളെ ഓർമ്മ വേണം നബിയെ. യാ നബിയല്ലാഹ്, നബിയെ എന്നുള്ള വിളിക്കൽ എവിടുന്ന് വന്നു എന്നല്ലേ ചോദിച്ചത്. അത് പഠിപ്പിച്ചത് സിദ്ദീഖുൽ അക്ബറാണ് മൗലവി. അത് റിപ്പോർട്ട് ചെയ്ത് ബുഖാരിയിലാണ് മൗലവി. അത് കേട്ടിട്ട് അംഗീകരിച്ചത് നബിയും സഹാബത്തുമാണ് മൗലവിമാരെ. എവിടുന്ന് വന്നു എന്നാ ഞാൻ പറഞ്ഞത്. നബിയും സഹാബത്തും അവരെ പിന്തുടർന്നാൽ അല്ല പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ് ഖുർആനിലാണ് ജനങ്ങളെ. ആ അള്ളാനെ ഭയപ്പെടുന്ന മുസ്ലിമേ, ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിമേ, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് ഈമാനോടെ മരിക്കാൻ ശ്രമിച്ചോ.